ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷിഫൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ടൂട്ടി ഫ്രൂട്ടിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണിത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഷെയ്ക്ക്, അതുപോലെ തന്നെ ഐസ്ക്രീമും ഒക്കെ ഡിസേർട്ട് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതോടൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റോ പപ്പായയാണ്, പച്ച പപ്പായ. അപ്പോൾ അത് ഞാൻ പീൽ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു വലിയ പപ്പായയുടെ ഹാഫ് ഭാഗം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല നൈസായിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത്. ഇതുപോലെ ഒരു സൈസ് കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പിന്നെ കുക്കായി വരുമ്പോൾ അതൊന്നുകൂടെ ഒന്ന് ചെറുതായ പോലൊക്കെ തോന്നും. അപ്പോൾ ഇനി ഫസ്റ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവ് പറയണില്ല. നമ്മൾ പപ്പായ ഇട്ടിട്ട് പപ്പായ കുക്കാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അതാണ് വേണ്ടത്. അതൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഹാഫ് കുക്കായാൽ മതി, ഫുള്ളായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അത്യാവശ്യം കുക്കാവുകയും ചെയ്യണം, പക്ഷെ നല്ലോണം കുക്കാവുകയും ചെയ്യരുത്. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന ഉടനെ നിങ്ങൾ തീ ഓഫ് ചെയ്യരുത്. പിന്നെ തീ കുറച്ച് വെക്കൊന്നും വേണ്ട, ഹൈയിൽ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാഫ് ഭാഗമേ കുക്കായിട്ടുള്ളൂ. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റാം കേട്ടോ. അധികം നേരം വെള്ളത്തിലിട്ട് വെച്ചാലും ആ ചൂട് പറ്റിയിട്ട് അത് വീണ്ടും കുക്കായിട്ട് നിൽക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റുക. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു പരുവം കണ്ടോ, നല്ല അങ്ങോട്ട് കുക്കായിട്ടില്ല, എന്നാലും അത്യാവശ്യം കുക്കാവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു സോസ് പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ടും സെയിം റേഷ്യോയിൽ എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പപ്പായ കുക്കായി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, ലോക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മുടെ ഈ ഒരു പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു പപ്പായയിലേക്ക് കുടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ ഒരു പഞ്ചസാരയുടെ സിറപ്പൊക്കെ നല്ലോണം തന്നെ ഈ ഒരു പപ്പായയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നല്ലോണം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറയുന്നത് കണ്ടോ, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റിക്കി ടൈപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനിലയുടെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ടേസ്റ്റ്, നമുക്ക് ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് 3 പാത്രത്തിലേക്ക് ഡിവൈഡ് ചെയ്യുകയാണ്. ഞാൻ വളരെ കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഇത് നമ്മൾ അധികമൊന്നും ഉപയോഗിക്കില്ലല്ലോ. കുറേശ്ശെയല്ല നമ്മളെല്ലാ സംഭവം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ, അധികമൊന്നും ഇടില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ജെൽ കളറാണ് ചേർക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, ലിക്വിഡ് കളർ ചേർക്കാം. പിന്നെ പൗഡർ കളറാണെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളർ നോക്കിയിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ടോ, നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തൊരു ബാച്ച് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതും മിക്സ് ചെയ്തു. പിന്നെ ഞാൻ അടുത്തൊരു ബാച്ചിൽ 3 ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ യെല്ലോ കളറാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചേർക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ ഇട്ടില്ല. പിന്നെ ഞാൻ പിങ്ക് കളർ വേണമെന്ന് നിർബന്ധമില്ല. പിങ്ക് കളറിന് പകരമാണ് ഞാൻ ഗ്രീന് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഗ്രീൻ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രീൻ ചേർത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ ഒരു 12 മണിക്കൂർ വെക്കുക.
എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് മതി കേട്ടോ, ഒരെണ്ണം വെച്ചാൽ മതി, 2-3 ടിഷ്യൂ പേപ്പേഴ്സ് വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ 3 ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരു 4 മണിക്കൂർ വെച്ചിട്ട് ഞാനിത് എന്ത് ചെയ്യും, വേറൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ നല്ല നനഞ്ഞ് നിൽക്കല്ലേ, അതിലത്തെ ആ ഒരു ലിക്വിഡൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് 3 ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 കളറും ഞാൻ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചു. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നല്ല ആ ഒരു സിറപ്പൊക്കെ അതിലേക്ക് നല്ല കട്ടിയായിട്ട് നല്ല നിൽക്കും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കണം, നമുക്ക് സാധാ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതേ ഒരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സെറ്റായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതുപോലെ എടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരിവാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ലോണം കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം അങ്ങനെ ഒട്ടി പിടിക്കുന്ന ആ ഒരു സ്റ്റേജൊന്നും അല്ല ഉള്ളത്, നമ്മൾ സാധാ കടഞ്ഞ് മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇനി നമ്മളിത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തോ ഒക്കെ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണതാണ് നല്ലത് തോന്നുന്നു. ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. നമുക്കിന്ന് സിമ്പിളായിട്ട് പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കിഷ്ടമാവും, നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. നമുക്കിനി കടയിൽ നിന്നൊന്നും ടൂട്ടി ഫ്രൂട്ടി മേടിക്കേണ്ട ആവശ്യമില്ല, വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു പച്ചപ്പപ്പായ കിട്ടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു ഗ്രീൻ കളർ കൂടെ ഒരു കുറവുണ്ട്, അതുകൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളടുത്ത് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. കളറിന് പകരം ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സും അറിയിക്കുക. ഇതുവരെ ഈ ഒരു ഷിഫൂസ് കിച്ചൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്ക് വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു.